SSLC ഹിന്ദിയുടെ സെക്കൻഡ് ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയാണിത്. കുട്ടികൾക്കെല്ലാം നന്നായി മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കട്ടെ. ആദ്യം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ജാന്ന ശബ്ദ് കി ലേഖക് കി വ്യാഖ്യ സെ ആപ് കഹാൻ തക് സഹ്മത് ഹെ. ജാന്ന ശബ്ദ് കി അറിയുക എന്ന വാക്കിന് ലേഖക് കി വ്യാഖ്യ സെ ലേഖകൻ നൽകുന്ന വ്യാഖ്യാനത്തോട് ആപ് കഹാൻ തക് നിങ്ങൾ എത്രമാത്രം സഹ്മത് ഹെ യോജിക്കുന്നു. ലേഖക് നെ ജാന്ന ശബ്ദ് കി അസ്ലി വ്യാഖ്യ കി ഹെ. ലേഖകൻ അറിയുക എന്ന വാക്കിന് ശരിയായ വ്യാഖ്യാനമാണ് നൽകിയിരിക്കുന്നത്. കിസി വ്യക്തിക്കോ ഏതെങ്കിലും ഒരു വ്യക്തിയെ ജാന്നെ കാ അർത്ഥ് അറിയുക എന്നതിൻ്റെ അർത്ഥം ഉസ്കാ നാം അവരുടെ പേര്, പത്ത അഡ്രസ്, ഉമ്ര വയസ്സ്, ജാതി ജാതി എന്ന അർത്ഥം തന്നെ, ഓഹദെ പദവി, ആദിക്കോ ജാന്ന നെഹി എന്നിവ അറിയുക എന്നല്ല. കിസിക്കോ ജാന്ന ഒരാളെ ആരെയെങ്കിലും അറിയുക. കാ മത്ലബ് എന്നതിൻ്റെ അർത്ഥം ഹേ ഉസ്കി ആവശ്യകതാവോങ്കോ പഹചാന്ന അവരുടെ ആവശ്യങ്ങളെ അറിയുക എന്നുള്ളതാണ്. മനുഷ്യോं के बीच മനുഷ്യത സെ വ്യവഹാർ കർണ ഹി ജാന്നെ കാ സച്ചാ അർത്ഥ് ഹെ. മനുഷ്യരുടെ ഇടയിൽ മനുഷ്യത്വത്തോടെ പെരുമാറുക എന്നുള്ളതാണ് അറിയുക എന്നതിൻ്റെ ശരിയായ അർത്ഥം. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. കവിതാ കെ ശില്പ് പക്ഷ് പർ ലേഖക് കെ നിരീക്ഷൺ ക്യാ ക്യാ ഹെ. കവിതയുടെ ശില്പപക്ഷത്തെക്കുറിച്ച് ലേഖകൻ്റെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ലേഖക് കെ മത് മേം ലേഖകൻ്റെ അഭിപ്രായത്തിൽ, കവിതാമേം കവിതയിൽ, ജാന്ന നെഹി ജാന്ന അറിയുക അറിയുന്നില്ല, കാ പ്രയോഗം എന്നിവയുടെ പ്രയോഗം ബാർ ബാർ ആത്താ ഹെ വീണ്ടും വീണ്ടും വരുന്നു. ഗദ്യമേം ലിഖി ഹുയി ഗദ്യത്തിൽ എഴുതിയിട്ടുള്ള, ഇസ് കവിതാമേം ഈ കവിതയിൽ, ലിറിക്കൽ യാ ഗീതാത്മകത കാ ബോധ് ഭി ഖൂബ് മിൽത്താ ഹെ. ലിറിക്കൽ ആയിട്ടുള്ള, ലിറിക്കൽ എന്നതൊരു ഇംഗ്ലീഷ് വാക്കാണ്. അതിന് ഭാവഗാന സദൃശമായ എന്നൊക്കെ അർത്ഥം പറയാം. യാ ഗീതാത്മകത എന്ന് വെച്ചാൽ ഗാനാത്മകമായ, സ്ക ബോധ് ഇതിൻ്റെ ബോധ്യവും, ഭി അതും എന്നുള്ള അർത്ഥത്തിലാണ്. ഖൂബ് മിൽത്താഹെ നല്ലതുപോലെ ഉണ്ട്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത് ഇതുപോലൊരു ആക്ടിവിറ്റിയാണ്. ടിപ്പണി കെ ആധാർ പർ ലിഖെ. നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഒരു കുറിപ്പ്, ഒരു വ്യാഖ്യാനമായിരുന്നു. അതിൻ്റെ ആധാരമാക്കി താഴെ തന്നിരിക്കുന്ന ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. ആദ്യം എഴുതേണ്ടത് ജാന്നെ കെ രൂഢീഗ്രസ്ത് ആധാർ അറിയുക എന്നതിൻ്റെ പരമ്പരാഗതമായ അടിസ്ഥാനം. അതുപോലെ രണ്ടാമത്തെ കോളത്തിൽ എഴുതേണ്ടത് ജാന്നെ കി അസ്ലി ആധാർ അറിയുക എന്ന വാക്കിൻ്റെ യഥാർത്ഥത്തിലുള്ള അടിസ്ഥാനം. അറിയുക എന്ന വാക്കിന് പരമ്പരാഗതമായി വരുന്ന അർത്ഥമാണ് ആദ്യത്തെ കോളത്തിലുള്ളത്. നാംസെ ജാന്ന പേര് അറിയുക, പത്തേസെ ജാന്ന അഡ്രസ്സ്, ഉമ്രസെ ജാന്ന വയസ്സ് അറിയുക, പദ്സെ ജാന്ന പദവി അറിയുക. ഇനി ഈ ചാപ്റ്ററിലൂടെ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? അറിയുക എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം ഹതാശാസെ ജാന്ന നിരാശയെ അറിയുക. നിരാശാസെ ജാന്ന, ഹതാശ എന്ന് പറയുമ്പോൾ ഡിസപ്പോയിൻമെൻറ്റും നിരാശ എന്ന് പറയുമ്പോൾ അത് ഡെസ്പെയറോ ആണ്. അതുപോലെ അസഹായതാസെ ജാന്ന നിസ്സഹായാവസ്ഥ അറിയുക. സങ്കട് സെ ജാന്ന, സങ്കട് എന്ന് വെച്ചാൽ ദുരിതം, ഡിസ്ട്രസ് എന്നാണ്. ദുരിതത്തെ അറിയുക. ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കവിത പർ ടിപ്പണി ലിഖ്തേ സമയ് കവിതയ്ക്ക് വ്യാഖ്യാനം എഴുതുമ്പോൾ കിൻ കിൻ ബാത്തോം പർ ഏതെല്ലാം കാര്യങ്ങളിൽ ധ്യാൻ ദേനാ ഹെ ശ്രദ്ധിക്കണം. നരേഷ് സക്സേന കി ടിപ്പണി കെ ആധാർ പർ ലിഖേ നരേഷ് സക്സേനയുടെ വ്യാഖ്യാനം അടിസ്ഥാനമാക്കി എഴുതുക. പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് നമുക്കിങ്ങനെ ആൻസർ എഴുതാം. കവി പരിചയ് കവിയെ പരിചയപ്പെടുത്തൽ, അല്ലെങ്കിൽ കവിതാ കെ ആശയ് കവിതയുടെ ആശയം ശരിയായ രീതിയിൽ അറിഞ്ഞിരിക്കണം. ഭാഷ ശൈലി ഔർ വിശേഷ് പ്രയോഗ് ആ കവിതയിലുള്ള ഭാഷയും അതിലുള്ള ശൈലികളും
വിശേഷിച്ചുള്ള പ്രയോഗങ്ങൾ, ചില പ്രയോഗങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കണം. അതുപോലെ ശീർഷകി സാർത്ഥകത. ശീർഷക് എന്ന് പറഞ്ഞാൽ ഹെഡിങ്ങിൻ്റെ വാലിഡിറ്റി അല്ലെങ്കിൽ ഹെഡിങ് എത്രമാത്രം യോജിക്കുന്നു ഈ ഒരു ആശയത്തോട് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്നാ മത്, നമ്മുടെ സ്വന്തമായ അഭിപ്രായങ്ങളും നമ്മൾ വ്യാഖ്യാനം എഴുതുമ്പോൾ അതിൽ പ്രതിഫലിക്കണം. ഇനി നമുക്ക് പേജ് നമ്പർ 18 ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ആ ഒരു ആക്ടിവിറ്റി നോക്കാം. യഹ് സമാചാർ പഠേ, ഈ വാർത്ത വായിക്കുക. और हताशा से एक व्यक्ति बैठ गया था. कविता के आधार पर विष्णु कुमार के कार्य पर ചർച്ച കരെ. അതായത് വിഷ്ണുകുമാർ എന്ന മനുഷ്യനെക്കുറിച്ചുള്ള ഒരു ന്യൂസാണ്. ഇത് വായിച്ചിട്ട് നമ്മുടെ ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ഇത് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ ന്യൂസ് ഒന്ന് വായിക്കാം. കേരൾ ബാഡ് എന്ന് പറഞ്ഞാൽ ഫ്ലഡ്, കേരളത്തിലെ വെള്ളപ്പൊക്കത്തെക്കുറിച്ചുള്ള ന്യൂസാണ്. നമുക്ക് ആ ന്യൂസ് വായിക്കാം. ഭോപ്പാലിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. केरल में लगभग 100 साल बाद आई बाढ़ से लाखों लोगों की जिंदगी पर अब भी संकट बना हुआ है. केरल में, കേരളത്തിൽ, लगभग 100 साल बाद आई बाढ़ से, ഏകദേശം 100 വർഷം കഴിഞ്ഞെത്തിയ വെള്ളപ്പൊക്കത്തിലൂടെ, ലാഖോം ലോഗോം കി, ലക്ഷക്കണക്കിന് ആളുകളുടെ, ജിന്ദഗി പർ, ജീവിതത്തിൽ, അബ് ബി, ഇപ്പോഴും, സങ്കട് ബനാ ഹുവാ ഹെ, ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സങ്കട് കി ഇസ് ഗഡീമേം, ദുരിതത്തിൻ്റെ ഈ അവസരത്തിൽ, മധ്യപ്രദേശിലെ ഏക് വ്യക്തിക്ക്, ഒരു വ്യക്തിയുടെ, സമർപ്പൺ ഭാവ്നെ ബാഡ് പീഡിതോം കാ ദിൽ ജീത് ലിയാ ഹെ, സമർപ്പണ മനോഭാവം, ബാഡ് പീഡിതോം കാ, വെള്ളപ്പൊക്കം കാരണം ദുരിതമനുഭവിക്കുന്നവരുടെ, ദിൽ ജീത് ലിയാ ഹെ, ദിൽ ജീത് ലിയ എന്ന് പറഞ്ഞാൽ വോൺ ഹാർട്ട് എന്നാണ്, മനസ്സ് കീഴടക്കി. മധ്യപ്രദേശ് കെ നീമച്ച് ജിലെ സെ ആനെ വാലെ വിഷ്ണു കുമാർ ഗലി ഗലി കമ്പൽ ഔർ ചാദർ ബേച്ച്നെ കാ കാം കർത്താ ഹെ. മധ്യപ്രദേശിലെ നീമച്ച് ജില്ലയിൽ നിന്ന് വരുന്ന, ആനേവാലെ അവിടുന്ന് വരുന്ന വിഷ്ണുകുമാർ എന്താണ് ചെയ്യുന്നത്? ഗലി തെരുവുകൾ തോറും, കമ്പൽ ഔർ ജാദർ, ബ്ലാങ്കറ്റും ഷീറ്റും ഒക്കെ വിറ്റ് നടക്കുന്നയാളാണ്. ബേച്ച്നെ കാ കാം, വിൽക്കുന്ന ജോലി, അതാണ് ചെയ്യുന്നത്. വഹ് ഹർ സാൽ ബാരിഷ് കെ മൗസം പർ, അദ്ദേഹം എല്ലാ വർഷവും ബാരിഷ് കെ മൗസം പർ, മഴക്കാലത്ത്, മഴയുടെ സീസണിൽ, കേരൾ പഹുഞ്ചാത്താ ഹെ, കേരളത്തിൽ എത്താറുണ്ട്. വിഷ്ണു BBC കോ ബതാത്താ ഹെ, വിഷ്ണു BBCയോട് പറയുന്നു. ഇനി വിഷ്ണുവിൻ്റെ വാക്കുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. മേം ഹർ സാൽ യഹാം കമ്പൽ ബേച്ച്നെ ആത്താ ഹോ, ഞാൻ എല്ലാ വർഷവും ഇവിടെ ബ്ലാങ്കറ്റ്സ് വിൽക്കാൻ വരുന്നുണ്ട്. ലേക്കിൻ ഇസ് ബാർ ജബ് മേ യഹാ ആയാ തോ മുജ്സെ ഉൻകി ഹാലത്ത് ദേഖി നഹി ഗയി. ലേക്കിൻ, പക്ഷേ, ഇസ് ബാർ, ഇത്തവണ, ജബ് മേ യഹാ ആയാ തോ, ഞാനിവിടെ എത്തിയപ്പോൾ, മുജ്സെ ഉൻകി ഹാലത്ത് എന്ന് പറഞ്ഞാൽ സ്ഥിതി, ദേഖി നഹി ഗയി, അവരുടെ അവസ്ഥ എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റിയില്ല. മേനെ യഹാൻ ദേഖാക്കി, ഞാനിവിടെ കണ്ടതെന്തെന്നാൽ, ചിലരുടെ വീടുകൾ മുങ്ങിപ്പോയി. പരിവാർമേം കോയി മർ ഗയ, കുടുംബത്തിൽ പലരും മരിച്ചുപോയി. കിസി കെ പാസ് ഓഢ്നെ കെ ലിയെ കുച്ച് നഹി ഹെ, പലരുടെയും അടുത്ത് ടേക്ക് കെയർ ചെയ്യാൻ, അത് ചുമതല ഏറ്റെടുക്കാൻ പോലും ആരും ഇല്ല. ഹർ ആദ്മി മുസീബത്ത് മേ ഹെ, എല്ലാവരും പ്രയാസത്തിലാണ്. മുസീബത്ത് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടി. വിഷ്ണുകുമാറിനെ കരീബ് 50 കമ്പൽ സ്ഥാനീയ ജില്ലാധികാരി മുഹമ്മദ് അലി കോ സൗംബെ താക്കി വേ ബാഡ് പീഡിതോം തക് പഹുഞ്ച സക്കെ. അങ്ങനെ വിഷ്ണുകുമാർ ഏകദേശം 50 ബ്ലാങ്കറ്റ്സ് ഈ പ്രളയബാധിതർക്ക് എത്തിച്ചു കൊടുത്തു എന്നതാണ് സംഭവം. ഇനി നമ്മുടെ ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ഇതിന് ഒരു കുറിപ്പ് എഴുതണം. हताशा से एक व्यक्ति बैठ गया था कविता में कवि कहते हैं कि हम असहाय व्यक्तियों की मदद ज़रूर करें. ഈ കവിതയിൽ കവി പറയുന്നത് നിസ്സഹായരായ വ്യക്തികളെ
നാം തീർച്ചയായും സഹായിക്കണമെന്നാണ്. ചാഹേ വേ ഹമാരെ പരിചിത് ന ഹോ, അവർ നമ്മുടെ പരിചയക്കാരല്ലെങ്കിലും നമ്മൾ അവരെ സഹായിക്കണം. യഹാം, ഇവിടെ. കമ്പൽ ബേച്ച്നേവാലെ വിഷ്ണുകുമാറിനെ, ബ്ലാങ്കറ്റ്സ് വിറ്റ് നടക്കുന്ന വിഷ്ണുകുമാർ കേരളക്കെ ബാഡ് പീഡിത് ലോകോങ്കോ, കേരളത്തിലെ പ്രളയബാധിതരായ ആളുകൾക്ക് ഓഢ്നെ കെ ലിയെ, പുതയ്ക്കാനായി കരീബ്, ഏകദേശം 50 കമ്പൽ, 50 ബ്ലാങ്കറ്റ്സ്, മുഫ്ത് മേം, ഫ്രീ ആയി, മുഫ്ത് എന്ന് പറഞ്ഞാൽ ഫ്രീ, സൗജന്യം, മുഫ്ത് മേം ദിയേധെ, ഫ്രീ ആയി കൊടുത്തു. അപരിചിത് ഹോനെ പർ ഭി, അപരിചിതനായിരുന്നിട്ടും കൂടി വഹ് ദൂസരോं की മദദ് കർത്താ ഹെ, അയാൾ മറ്റുള്ളവരെ സഹായിക്കുന്നു. ഉസ്കെ ദിൽ മേം സഹാനുഭൂതി ഹെ, അയാളുടെ മനസ്സിൽ സഹാനുഭൂതി ഉണ്ട്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ലാസ്റ്റ് ആക്ടിവിറ്റി ഇതൊന്ന് നോക്കാം. സോച്ചേ യഹ് ചിത്ര ആപ്സെ ക്യാ കഹ് രഹാ ഹെ. വെള്ളപ്പൊക്കമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. നമുക്കിങ്ങനെ ഒരു ചെറിയ കുറിപ്പ് എഴുതാം. യഹ് ചിത്ര ഹമാരെ മൻമേം ബാഡ് കി ഭയങ്കരത കി യാദ് പഹുഞ്ചാത്ത ഹെ. യഹ് ചിത്ര, ഈ ചിത്രം, ഹമാരെ മൻമേം, നമ്മുടെ മനസ്സിൽ, ബാഡ് കി, ഫ്ലഡിൻ്റെ, വെള്ളപ്പൊക്കത്തിൻ്റെ, ഭയങ്കരത കി, ഭയാനകതയുടെ, യാദ് പഹുഞ്ചാത്ത ഹെ, ഓർമ്മകൾ എത്തിക്കുന്നു. ബാഡ് കെ ജൽമേം ജബ് ജീവ് ജന്തു ഔർ വസ്തുവേം ഡൂബ്നെ ലഗി, ബാഡ് കെ ജൽമേം, പ്രളയ ജലത്തിൽ, ജബ്, ജീവ് ജന്തു, എപ്പോഴാണോ ജീവജാലങ്ങളും, വസ്തുവേം, വസ്തുക്കളും, ഡൂബ്നെ ലഗി, മുങ്ങാൻ തുടങ്ങിയത്, തബ്, അപ്പോൾ, ഹർ ജീവ്, ഓരോ ജീവിയും, കിസീന കിസി തരീക്കെ സെ, ഏതെങ്കിലും മാർഗത്തിലൂടെ, അപ്പനി ജാൻ, തങ്ങളുടെ ജീവൻ, ബച്ചാനേക്ക് കോശിഷ് കർത്താ ഹെ, രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇനി നമുക്ക് 2019 ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കാം. हताशा से एक व्यक्ति बैठ गया था. टिप्पणी का यह अंश पढ़े और प्रश्नों के उत्तर लिखे. ഒരു ഭാഗം ടെക്സ്റ്റ് ബുക്കിലെ പോർഷനിൽ നിന്ന് തന്നെ ഒരു പോർഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കും. व्यक्ति को मैं नहीं जानता था, हताशा को जानता था. कहते ही वे जानने की हमारी उस जानी पहचानी रूढ़ी को तोड़ देते हैं जो व्यक्ति के नाम, पते, उम्र, ओहदे या जाति से जानने को जोड़ती है. यदि हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते. ടെക്സ്റ്റ് ബുക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് മീനിങ്, വേർഡ് ബൈ വേർഡ് മീനിങ് പറയുന്ന വീഡിയോ ഇതേ പ്ലേലിസ്റ്റിൽ നിന്ന് തൊട്ട് മുൻപ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പോർഷൻ ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇത് ഓൾറെഡി ആ വീഡിയോയിൽ ഉള്ളതാണ്. ജാൻനെ കാ അസലി ആധാർ ക്യാ ഹെ എന്നതാണ് ക്വസ്റ്റ്യൻ. അറിയുക എന്നതിൻ്റെ ശരിയായ അടിസ്ഥാനം എന്താണ്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നാം സെ ജാന്ന, ജാതി സെ ജാന്ന, ഹതാശ സെ ജാന്ന, പത്തേ സെ ജാന്ന. നമുക്കിതറിയാം. ഹതാശ സെ ജാന്ന, നിരാശയെ അറിയുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ കവി അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി 2019 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ഈ വാക്യ പിരമിഡ് പൂർത്തിയാക്കുക. ക്വസ്റ്റ്യനാണ് മുകൾ ഭാഗത്ത് തന്നിരിക്കുന്നത്. ബ്രാക്കറ്റിൽ ധീരെ ധീരെ അപരിചിത് എന്ന് തന്നിട്ടുണ്ട്. ധീരെ ധീരെ എന്ന് വെച്ചാൽ പതിയെ പതിയെ. ഇനി പിരമിഡിൽ എന്തൊക്കെ എഴുതിയിരിക്കുന്നത്? വ്യക്തി ചൽത്താ ഹെ, വ്യക്തി കവി കെ സാത്ത് ചൽത്താ ഹെ, വ്യക്തി നടക്കുന്നു, വ്യക്തി കവിയോടൊപ്പം നടക്കുന്നു എന്നുണ്ട്. ഇനി മെല്ലെ മെല്ലെ, അതുപോലെ അപരിചിതം, ഈ രണ്ട് വാക്കുകളും കൂടി ചേർത്ത് എഴുതണം. അപ്പോൾ മൂന്നാമത്തെ സെൻറ്റൻസ് ആയിട്ട് അപരിചിത് വ്യക്തി കവി കെ സാത്ത് ചൽത്താ ഹെ എന്നെഴുതാം. അപരിചിതനായ വ്യക്തി കവിയുടെ കൂടെ നടക്കുന്നു. ധീരെ ധീരെ അപരിചിത് വ്യക്തി കവി കെ സാത്ത് ചൽത്താ ഹെ എന്ന് നാലാമത്തെ സെൻറ്റൻസ് ആയിട്ട് എഴുതാം. ഇതുപോലെ 2019 ഒരു ലഘുലേഖ തയ്യാറാക്കാൻ
ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ചോദിച്ചിരുന്നു. ജീവൻ മേം മാനവീയ മൂല്യോം കാ മഹത്വ, ജീവിതത്തിൽ മാനവീയ മൂല്യങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് ഒരു ലഘുലേഖ എഴുതാൻ ചോദിച്ചിരുന്നു. ഹമാരെ ജീവൻ മേം കുച്ച് മൂല്യോം കി ജരൂരത് ഹെ ജൈസെ സാഹസ്, മദദ്, ത്യാഗ് ആദി. ഹമാരെ ജീവൻ മേം നമ്മുടെ ജീവിതത്തിൽ കുച്ച് മൂല്യോം കി ജരൂരത് ഹെ കുറച്ച് മൂല്യങ്ങൾ അത്യാവശ്യമാണ്. ജൈസെ എങ്ങനെയെന്നാൽ സാഹസ് ധൈര്യം കറേജ്, മദദ് സഹായിക്കുക, ത്യാഗ് ത്യാഗം ചെയ്യുന്ന മനോഭാവം, ഇതെല്ലാം ആദി എന്നിവ. ഹമാരെ ജീവൻ മേം കൈ സമസ്യായേം ആയെങ്കി, നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരാം. സമസ്യ എന്ന് വെച്ചാൽ പ്രോബ്ലം എന്നാണ് അർത്ഥം. സാഹസ് സേ ഉൻകാ സാമന കർക്കെ ആകെ ബഡേ തോ ഹമാരാ ജീവൻ സഫൽ ഹോ ജായേഗ. സാഹസ് സേ ധൈര്യത്തോടെ, ഉൻകാ സാമന കർക്കെ അവയെ സമീപിച്ച്, ആകെ ബഡേത്തോ മുന്നോട്ട് നീങ്ങുമ്പോൾ, ഹമാരാ ജീവൻ സഫൽ ഹോ ജായേഗ നമ്മുടെ ജീവിതം സഫലമാകും. അസഹായ വ്യക്തിയോ കി മദദ് കർണ ഹമാരാ കർത്തവ്യ ഹെ, നിസ്സഹായരായ വ്യക്തികളെ സഹായിക്കുക എന്നത് നമ്മുടെ കർത്തവ്യമാണ്. ദൂസരോ കി ഭലായി കെ ലിയെ ത്യാഗ് കർണ അച്ചി ബാത് ഹെ, മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി ത്യാഗം ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഇനി നമുക്ക് 2019 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോർഷൻ തന്നിട്ടുണ്ട്. യദി ഹം കിസി വ്യക്തി കോ उसकी हताशा, निराशा, असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते. सड़क पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते? वास्तव में हम जानते हैं कि यह व्यक्ति मुसीबत में है और इसे हमारी मदद की ज़रूरत है. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സഹി വികൽപ് ചുൻകർ ലിഖെ, ശരിയായതാണ് തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്. വഹ് പ്ലസ് കി ഉസ്കി, വേ പ്ലസ് കി ഉൻകി എന്നാണ് വരുന്നത്. വഹി പ്ലസ് കി ഉസി കി, യഹ് പ്ലസ് കി ഇസ്കി. ബാക്കിയെല്ലാം തെറ്റിച്ചാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കറക്റ്റ്. നമ്മളിപ്പോൾ വായിച്ച ടെക്സ്റ്റ് ബുക്ക് പോർഷനെ ബേസ് ചെയ്ത് തന്നെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്. മാച്ച് ദ ഫോളോയിങ് ആണ് ചെയ്യാനുള്ളത്. ഇവിടെ വളരെ ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് ആൻസേഴ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കറക്റ്റ് ആൻസേഴ്സ് ഞാൻ വായിക്കാം. സടക് പർ ഘായൽ പടേ വ്യക്തി കോ സഹായത കി ജരൂരത് ഹെ. हम जानते हैं कि घायल व्यक्ति मुसीबत में है. किसी व्यक्ति को जानने का मतलब उसकी हताशा, निराशा और संकट से जानना है. हताश व्यक्तियों की सहायता करना हमारा कर्तव्य है. ഇതൊക്കെയാണ് മാച്ച് ദ ഫോളോവിങ്ങിൻ്റെ കറക്റ്റ് ആൻസേഴ്സ്. ഇതോടൊപ്പം തന്നെ ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യനാണ് താഴെ എഴുതിയിരിക്കുന്നത്. मान ले सड़क दुर्घटना में एक व्यक्ति घायल पड़ा, किसी ने उसकी सहायता नहीं की, बहुत समय तक वह सड़क पर ही पड़ा रहा. इस घटना पर एक റിപ്പോർട്ട് ലിഖേ. അതായത് ഒരു റോഡ് ആക്സിഡൻറ്റ്, ആരും സഹായിക്കാതെ ആക്സിഡൻറ്റിൽ പെട്ടയാൾ അവിടെ കിടക്കുന്നതായിട്ടുള്ള ഒരു സംഭവം റിപ്പോർട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റിപ്പോർട്ട് എഴുതുമ്പോൾ ആദ്യം ഒരു ചെറിയ ഹെഡിങ് കൊടുക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് റോഡ് ദുർഘടന, ഏക് യുവക് ഘായൽപട, റോഡ് ആക്സിഡൻറ്റ്, ഒരു യുവാവിന് പരിക്കേറ്റു. ഇനി ലൊക്കേഷൻ കൊടുക്കണം. ഇവിടെ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന സ്ഥലം ദില്ലിയാണ്. കൽ ഷഹർ മേ ഹുയി റോഡ് ദുർഘടന മേം ഏക് യുവക് ഘായൽ ഹുവ. ഇന്നലെ സിറ്റിയിൽ, ഷഹർമേം സിറ്റിയിൽ നടന്ന ഹുയി റോഡ് ദുർഘടന മേം റോഡ് ആക്സിഡൻറ്റിൽ ഏക് യുവക് ഘായൽ ഹുവ ഒരു യുവാവിന് പരിക്കുപറ്റി. കൽ സവേരെ ഇന്നലെ രാവിലെ 10 ബജേ ഹി 10 മണിക്ക് തന്നെ ദുർഘടന ഹുയിദി ആക്സിഡൻറ്റ് നടന്നിരുന്നു. യുവക്കി ബൈക്ക് ബഹുത് തേസി സെ ചൽ രഹീദി. യുവാവിൻ്റെ ബൈക്ക്, യുവക്കി ബൈക്ക് എന്ന് പറയുമ്പോൾ യുവാവിൻ്റെ ബൈക്ക്, ബഹുത് തേസി സെ വളരെ വേഗത്തിൽ, ചൽ രഹീദി മൂവ് ചെയ്യുകയായിരുന്നു. തബ് അപ്പോൾ,
അചാനക് പെട്ടെന്ന്, ഏക് ബാലക് ഒരു കുട്ടി, സൈക്കിൾ പെർ റോഡ് കെ ബീച്ച് മേം ആ പഹുഞ്ച സൈക്കിളിൽ റോഡിലേക്ക് വന്നു, ഉസെ ബച്ചാനെ കെ ലിയെ ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി, യുവക് നെ ജോർ സെ ബ്രേക്ക് ലഗായി യുവാവ് പെട്ടെന്ന് ശക്തിയായി ബ്രേക്ക് ചവിട്ടി. യുവക് നീച്ചെ ഗിര എന്നാക്കണം കേട്ടോ, ചീച്ചെന്ന് അവിടെ തെറ്റിച്ചെഴുതിയതാണ്. യുവക് നീച്ചെ ഗിര യുവാവ് താഴെ വീണു. നീച്ചെ ന നീച്ചെ ഗിര എന്ന് ആക്കണം. കിസീനെ ഉസ്കി സഹായത നെഹി കി ആരും അവർക്ക് സഹായം എത്തിച്ചില്ല. ബഹുത് സമയ തക് വഹ് സടക് പർ ഹി പടാ രഹ കുറേ നേരത്തേക്ക് അയാൾ റോഡിൽ തന്നെ കിടന്നിരുന്നു. തബ് ഏക് പോലീസ് വഹാം പഹുഞ്ചി അപ്പോൾ ഒരു പോലീസ് അവിടെ എത്തി. ഉനോനെ ഉസ്കോ ആസ്പത്താൽ പഹുഞ്ചായ അദ്ദേഹം അയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഇനി നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നൊരു ലെറ്ററും മറ്റൊന്ന് ആസ്വാദനക്കുറിപ്പുമാണ്. ഇങ്ങനെയാവാം, ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്, ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. കവിത की टिप्पणी पढ़कर विनोद कुमार शुक्ला ने नरेश सक्सेना के नाम पर एक पत्र लिखा, वह पत्र कल्पना करके लिखे. അതായത് കവിതയുടെ വ്യാഖ്യാനം വായിച്ചിട്ട് വിനോദ് കുമാർ ശുക്ല നരേഷ് സക്സേനയുടെ പേരൊരു എഴുത്തെഴുതി. ആ എഴുത്ത് സങ്കല്പിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എഴുത്തെഴുതുമ്പോൾ ഡേറ്റ് എഴുതണം, സ്ഥലവും എഴുതണം, പ്ലേസ് ആൻഡ് ഡേറ്റ്. എന്നിട്ട് സംബോധനയാണ് എഴുതുന്നത്. പ്രിയ നരേഷ്, പ്രിയപ്പെട്ട നരേഷ്, മേരി കവിത കോ ഇത്തനി അച്ചി ടിപ്പണി ലിഖ്നെ കെ ലിയെ മേം ആപ്കോ ധന്യവാദ് ദേത്താ ഹൂം. എൻ്റെ കവിതയ്ക്ക് ഇത്രയും നല്ല വ്യാഖ്യാനം എഴുതിയതിന് ഞാൻ താങ്കൾക്ക് നന്ദി പറയുന്നു. ഇനി നമ്മൾ ഈ കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതുന്നുണ്ട് ഈ വീഡിയോയുടെ അവസാനം, ലാസ്റ്റ് ക്വസ്റ്റ്യനായിട്ട്. ആ ഭാഗത്തു നിന്നും ആ ഒരു ആൻസറിൻ്റെ ഫസ്റ്റ് ലൈൻ മാറ്റി ബാക്കി മുഴുവനും ഇവിടെ എഴുതാവുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഡോട്ടഡ് ലൈൻസ് ഇട്ടിരിക്കുന്നത്. അതെല്ലാം ഇവിടെ ഫില്ല് ചെയ്ത് എഴുതാവുന്നതാണ്. എന്നിട്ട് കൺക്ലൂഡ് ചെയ്യുന്നു. ഏക് ബാർ ഭി ധന്യവാദ്, ഒരിക്കൽ കൂടി നന്ദി. പ്യാർസെ, യുവേഴ്സ് ലവിങ്ലി എന്നെഴുതുന്നതിന് പകരമാണ് ഹിന്ദിയിൽ പ്യാർസെ എന്നെഴുതുന്നു. പേരെഴുതുന്നു, ഒപ്പ് എഴുതുന്നു. അതുപോലെ അഡ്രസ്സ് എഴുതാനുള്ള സ്പേസും അവിടെ കാണിക്കുന്നു. ഇനി നമുക്ക് ഈ കവിതയ്ക്കൊരു ആസ്വാദനക്കുറിപ്പ് എഴുതാം. हिंदी के प्रसिद्ध कवि विनोद कुमार शुक्ला की एक कविता है, हताशा से एक व्यक्ति बैठ गया था. ഹിന്ദിയിലെ പ്രസിദ്ധനായ കവി വിനോദ് കുമാർ ശുക്ലയുടെ ഒരു കവിതയാണ് ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ. മനുഷ്യ ഏക് സാമാജിക് പ്രാണി ഹെ, മനുഷ്യൻ ഒരു സോഷ്യൽ അനിമലാണ്. अपने सुख दुख के समान उसे दूसरों का सुख दुख भी जानना चाहिए. സ്വന്തം സുഖദുഃഖങ്ങൾ അതുപോലെ തന്നെ അവൻ അപരൻ്റെ സുഖദുഃഖങ്ങളും കൂടി അറിയേണ്ടതുണ്ട്. അക്സർ കിസി വ്യക്തി കോ ജാനനെ കാ അർത്ഥ് ഹേ ഉസ്കാ നാം പത്ത ഉമ്ർ ഓഹദെ യാ ജാതി സെ ജാന്ന. പക്ഷേ ഏതെങ്കിലും ഒരു വ്യക്തിയെ അറിയുക എന്നതിൻ്റെ അർത്ഥം അയാളുടെ പേര്, അഡ്രസ്സ്, വയസ്സ്, പദവി അല്ലെങ്കിൽ ജാതിയൊക്കെ അറിയുക എന്നതാണ്. കവിക്ക് അനുസാർ യഹ് അസ്ലി ജാന്ന നെഹി ഹെ, കവിയുടെ അഭിപ്രായത്തിൽ ഇത് ശരിയായ അറിവല്ല. ഈ ഒരു ലൈൻ നമ്മൾ ലെറ്ററിന് തൊട്ട് മുൻപ് പറഞ്ഞ ലെറ്ററിൽ എഴുതുമ്പോൾ മേരെ അനുസാർ യഹ് അസ്ലി ജാന്ന നെഹി ഹെ എന്നാക്കിയാൽ മതി. ഇനി അടുത്ത ലൈൻ വായിക്കാം. അഗർ हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते. പക്ഷേ നമ്മൾ ഒരു വ്യക്തിയെ അവരുടെ ഡിസപ്പോയിൻമെൻറ്റ്, ഡെസ്പെയർ, നിസ്സഹായാവസ്ഥ അല്ലെങ്കിൽ അവരുടെ ദുരിതങ്ങൾ എല്ലാം അറിയുന്നില്ലെങ്കിൽ നമ്മൾ ഒന്നും അറിയുന്നില്ല. യഹി ഹെ മനുഷ്യക്കോ മനുഷ്യക്കെ സമാൻ പഹചാന്ന, ഇതുതന്നെയാണ് മനുഷ്യനെ മനുഷ്യനായി തിരിച്ചറിയുക എന്നത്.
सड़क पर घायल पड़ा व्यक्ति हमारे लिए अपरिचित कैसे हो सकता है? വഴിയിൽ മുറിവേറ്റ് കിടക്കുന്ന വ്യക്തി നമുക്ക് അപരിചിതനാകുന്നത് എങ്ങനെയാണ്? वास्तव में हम उसे जानते हैं परंतु हम उसे न जानने का बहाना करते हैं. വാസ്തവത്തിൽ നമുക്ക് അവരെ അറിയാം, പക്ഷേ നമ്മൾ അവരെ അറിയാത്തതുപോലെ അഭിനയിക്കുകയാണ്. हताश व्यक्ति के सामने हाथ बढ़ाने पर दोनों एक दूसरे को जानने लगते हैं. നിരാശനായ ഒരു വ്യക്തിക്ക് ഒന്ന് കൈ നീട്ടി കൊടുക്കുമ്പോൾ പരസ്പരം അറിയുന്നു. मुसीबत में पड़े लोगों की सहायता करना हर मनुष्य का कर्तव्य है. പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളുകളെ സഹായിക്കുക എന്നത് ഓരോ മനുഷ്യൻ്റെയും കർത്തവ്യമാണ്. हमारे चारों ओर के हताश निराश और असहाय लोगों को पहले हम जाने और उनकी मदद करें. ഹമാരെ ചാരോം ഓർക്കെ നമ്മുടെ നാലുപാടുമുള്ള നിരാശരായ ഡിസപ്പോയിൻറ്റഡായ നിസ്സഹായരായ ആളുകളെ ആദ്യം പെഹലെ ഹം ജാനെ ആദ്യം നമ്മൾ അറിയണം. ഔർ ഉൻകി മദത് കരെ എന്നിട്ട് ആൻഡ് വി ഹാവ് ടു ഹെൽപ്പ് ദം നമ്മൾ അവരെ സഹായിക്കണം. മനുഷ്യതാക്കി കോയി ഭാഷ നഹി മനുഷ്യത്വത്തിന് ഒരു ഭാഷയും ഇല്ല. ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എക്സ്ട്രാ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിച്ചു കഴിഞ്ഞു. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക്സ് ഫോർ സബ്സ്ക്രൈബിങ്.